ഹായ് 2026 ഏറെ പ്രതീക്ഷയോടെ പുറത്തിറങ്ങി ഒടുവിൽ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ പള്ളിച്ചട്ടമ്പി എന്ന ചലച്ചിത്രം സിനിമ ഇപ്പോൾ സോണി ലിവിലൂടെ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. ടൊവിനോ പ്രധാന കഥാപാത്രമായി എത്തിയ ഈ ചലച്ചിത്രത്തിന്റെ കഥാസംഗ്രഹം നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് 1930കളിലാണ്. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിൽ മടിക്കേരി മലബാർ പാലസ് എന്നു പേരുള്ള ഒരു കൊട്ടാരമുണ്ട്. അങ്ങോട്ടേക്ക് കുറച്ചു മനുഷ്യർ വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുവന്നിരുന്നു. അടിയാന്മാരായ അവർ അവിടുത്തെ ജന്മിയുടെ വസ്തുക്കൾ മോഷ്ടിക്കുകയും മറ്റു പല കാര്യങ്ങളും ചെയ്തു എന്ന ആരോപണങ്ങളുടെ മേൽ വൈകാതെ അവിടുത്തെ കൊച്ചു തമ്പുരാൻ അവർക്ക് ശിക്ഷ വിധിച്ചു. ക്രൂരമായ മർദ്ദനങ്ങൾ. ആ സമയം അവിടുത്തെ പ്രധാന ജന്മിയായ പട്ടേലർ കുഞ്ഞമ്പു നായർ അകത്തുണ്ടായിരുന്നു. തൊട്ടുപുറകെ അങ്ങോട്ടേക്ക് ബ്രിട്ടീഷ് സൈനികർ വന്നെത്തി. കമ്മീഷണറിൽ നിന്നുള്ള സന്ദേശവുമായിട്ടായിരുന്നു അയാളുടെ വരവ്. ചന്ദ്രഗിരിപ്പുഴയോട് ചേർന്ന് വലിയൊരു വനഭൂമിയുണ്ട്. അത് കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാരാണ്. നമ്പ്യാരുടെ പക്കൽ നിന്ന് ബ്രിട്ടീഷ് കമ്പനി അത് തിരികെ ഏറ്റെടുക്കും എന്ന കാര്യം അറിയിച്ചാണ് ഒരു വാർണിംഗ് ലെറ്റർ വന്നിട്ടുള്ളത്. പക്ഷേ കുഞ്ഞമ്പു നമ്പ്യാർക്ക് അതൊരു വിഷയമേ ആയിരുന്നില്ല. തിരികെ ഒരു വെല്ലുവിളി നടത്തുകയായിരുന്നു കുഞ്ഞമ്പു നമ്പ്യാർ ചെയ്തത്. തൊട്ടുപുറകെ കുഞ്ഞമ്പു നമ്പ്യാർക്ക് മുമ്പിലിരുന്ന് സംസാരിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കൊല ചെയ്യപ്പെട്ടു. ആ വെടിയൊച്ച മുഴങ്ങിയതും അവിടെ എത്തിയിരുന്ന റിച്ചാർഡ് അടക്കം ഭയപ്പെട്ട് പിന്മാറി. ശിക്ഷ വിധിച്ചിരുന്ന ഒരു ദളിതനെ തന്റെ ആനയുപേക്ഷിച്ച് പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാരുടെ ആളുകൾ ചവിട്ടിക്കൊല്ലിക്കുക പോലും ചെയ്തു. അത്രമേൽ ക്രൂരതയോടെയായിരുന്നു ജന്മിയായ പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാർ പ്രവർത്തിച്ചിരുന്നത്. പട്ടേലരുടെ ആളുകൾ ഗുണ്ടകൾ എല്ലാം മടക്കി വാണിരുന്ന കാലം. കഥ അവിടെ നിന്ന് ചന്ദ്രഗിരിക്കാട് തോമാപുരം എന്ന പ്രദേശത്തേക്ക് തിരിയുന്നു. അവിടെ ഒരിടത്ത് കുറച്ച് നാടക കലാകാരന്മാർ നാടകം കളിക്കുകയായിരുന്നു. രാത്രി വൈകി നാടകം കഴിഞ്ഞ് സ്വന്തം ഗ്രാമത്തിലേക്ക് അവർ മടങ്ങുമ്പോ കാടിനകത്തുനിന്ന് വലിയ ഒച്ചയും ബഹളവും കേട്ടു. പട്ടേലരുടെ ഗുണ്ടകൾ അരങ്ങുവാഴുന്ന ഇടമാണത്. ഭയം അവരെ വല്ലാതെ പിടികൂടി. എങ്ങനെയെങ്കിലും പട്ടേലരുടെ ഗുണ്ടകളുടെ കണ്ണിൽപ്പെടാതെ ഗ്രാമത്തിലേക്ക് കടക്കണം എന്ന് കരുതി അവർ വേഗത്തിൽ മുന്നോട്ട് പോവാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഒരു പള്ളിയിലച്ഛനും കുറച്ച് നാടകക്കാരും അവരുടെ കുടുംബവും കുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. പോകുന്നതിനിടയിൽ അച്ഛന്റെ തല ഒന്നിലിടിച്ചു. ഭയത്തോടെ അച്ഛൻ തിരിഞ്ഞു നോക്കി. ഒരു കുട്ടി അലറി വിളിച്ചു. പട്ടേലരുടെ ഗുണ്ടകൾ അവിടെ കുറച്ച് ദളിതരെ തൂക്കിക്കൊന്നിട്ടുണ്ടായിരുന്നു. ഭയന്നു വിറച്ചവർ നിൽക്കുമ്പോ പെട്ടെന്നൊരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ അവിടെ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. അച്ഛന്റെ നിർദ്ദേശത്തിൽ അവർ അവിടെ ആ കുട്ടിക്കായി തിരച്ചിൽ നടത്തി. ഒടുവിൽ ആ കുട്ടിയെ അവർ കണ്ടെത്തി. പട്ടേലരുടെ ഗുണ്ടകൾ കൊന്നുകെട്ടി തൂക്കിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ നെഞ്ചോട് ചേർത്തായിരുന്നു ആ കുഞ്ഞു കാണപ്പെട്ടത്. കുഞ്ഞുകരന് കൈ ഉയർത്തിയതും കെട്ടുപതിയെ അഴിഞ്ഞു. അത് താഴേക്ക് വീഴാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ ആ കുട്ടിയെ തന്റെ കൈകളിൽ വാങ്ങി. ജീവനോടെ ആ കുട്ടിയെ കണ്ടതും നാടക കലാകാരന്റെ മകൾ സീതയ്ക്ക് ചെറിയൊരു സന്തോഷം അനുഭവപ്പെട്ടു. കുട്ടിയെ നോക്കി അവൾ കുഞ്ഞ എന്ന് വിളിച്ചു. അവരാ കുട്ടിയെ തങ്ങളുടെ കൂടെ കൊണ്ടുപോയി. കഥ അവിടെ നിന്നും കുറച്ചുകാലം മുന്നോട്ട് പോകുന്നു. 1957 കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. ഭരണത്തിലെത്തിയ സർക്കാർ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ ഭൂപരിഷ്കരണ നിയമം പാസാക്കി. അതോടെ നാടൊട്ടുക്കും കലാപം പടർന്നു പിടിക്കാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ പല ജാതിമത സംഘടനകൾ വിമോചന സമരം ആരംഭിച്ചു. അതിന്റെ ഭാഗമായി തന്റെ മുന്നിൽ വന്ന പല ബില്ലുകളും അന്നത്തെ മുഖ്യമന്ത്രി ENS ഒപ്പു ചെയ്തു. പക്ഷേ അത് തന്റെ സർക്കാരിനെ താഴെയിറക്കാൻ പോകുന്ന തരത്തിൽ ഒന്നായി മാറുമെന്ന് ENS അപ്പോൾ ചിന്തിച്ചിരുന്നേയില്ല. അതിന്റെയൊക്കെ ഉറവിടമായി മാറാൻ പോകുന്നതാകട്ടെ കാണിയാർ എന്ന ഗ്രാമവും. കഥ അവിടെ നിന്നും വർഷം 1958 നീങ്ങുന്നു. കാണിയാർ എന്ന ഗ്രാമം. കാണിയാർ ഗ്രാമത്തിലെ പള്ളിയിലച്ഛൻ ഇമ്പോർട്ടന്റായി വിശ്വാസികളെ വിളിച്ചുകൂട്ടിയിരുന്നു. ഭൂപരിഷ്കരണ നിയമം വന്നതോടെ പള്ളിയുടെ സ്വത്തുവകകളും മറ്റ് കാര്യങ്ങളുമൊക്കെ ആകെ പ്രശ്നത്തിലകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഭയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ എല്ലാവരും ഒരുങ്ങുന്നുണ്ട്. വിശ്വാസികളെല്ലാവരും ഒന്നിച്ചു നിന്ന് ദൈവനിഷേധികളായ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പടപൊരുത്തണമെന്നും വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്യണമെന്നുമായിരുന്നു അച്ഛൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നത്. വിശ്വാസികൾ ഭീതിയോടെയും മറ്റും അത് കേൾക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ ഭൂപരിഷ്കരണ നിയമവുമായി മുമ്പോട്ട് പോയി. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരിടമായ കുരിശുമലയിൽ പോലും അവർ കമ്മ്യൂണിസ്റ്റ് കൊടികൾ നാട്ടി. അതിനെതിരെ ചോദ്യം ചെയ്യാൻ നിന്ന വിശ്വാസികളെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ തല്ലാനും മറ്റും ആരംഭിച്ചു. അന്നെല്ലാം കേട്ട് വിശ്വാസികൾ മടങ്ങിപ്പോകുമ്പോ അവരുടെ കൂട്ടത്തിൽ ജോണി എന്നൊരു പയ്യനെ കാണുന്നുണ്ടായിരുന്നില്ല. ജോണി അവിടെ ദൂരെ ഒരു മലമുകളിൽ വാൽനക്ഷത്രം കണ്ടു എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ ചേട്ടനെത്തി ജോണിയെ കൂട്ടിക്കൊണ്ടുപോവാൻ തുടങ്ങി. ജോണി ആ മലയെപ്പറ്റി പറഞ്ഞതും ചേട്ടൻ പറഞ്ഞു, എടാ അത് തരിയോട്ടുമലയാ. അവിടെ ഭൂതവും പ്രേതവും പിശാചുമൊക്കെയുണ്ട്. അങ്ങോട്ട് നോക്കാൻ പോലും പാടില്ല. ഭാ നമുക്ക് പോവാം. ചേട്ടൻ അവനെയും വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴാണ് തരിയോട്ടുമല
എന്താണെന്ന് വ്യക്തമാകുന്നത് അവിടെ തകർന്നടിഞ്ഞ നിലയിൽ ഒരു ബിൽഡിംഗ് അടക്കമുണ്ടായിരുന്നു. അടുത്ത ദിവസം കാണിയാറിലെ അങ്ങാടിയിൽ വലിയ തല്ല് നടക്കുകയാണ്. കിൻഡൽ ജോർജ് എന്ന് വിളിപ്പേരുള്ള ഒരാൾ അവിടെയുള്ള പലരെയും തല്ലുകയായിരുന്നു. അയാളുടെ കടമുറിയാരോ താഴിട്ട് പൂട്ടിയത്രേ. ഒടുവിൽ അങ്ങോട്ടേക്ക് പള്ളിയിലച്ഛൻ എത്തി ജോർജിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജോർജെ, ഞാൻ ആ കടയടച്ചത്. ജോർജിന് ആ കടയുടെ താക്കോൽ നൽകിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വന്ന് ഈ കട വേണമെന്ന് പറഞ്ഞു. അവരുടെ ഓഫീസ് ഇവിടെ തുടർന്ന അതാകെ പ്രശ്നമാകും. അതിന് തടയിടാനാണ് ഞാൻ കട പൂട്ടിയത്. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നമ്മൾ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയം ഇത്. കരുത്തനായ ജോർജിനെ പള്ളിയുടെ കൂടെ നിർത്താൻ അച്ഛൻ വേണ്ടത് സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് വിമർശിക്കുകയും ചെയ്തു. പക്ഷേ അച്ഛൻ പോവാൻ തുടങ്ങുമ്പോ ജോർജ് അവിടെ നാട്ടിയിരുന്ന കമ്മ്യൂണിസ്റ്റ് കൊടിയെടുത്ത് മറ്റൊരിടത്ത് കുത്തിയിട്ട് പറഞ്ഞു, വാക്കിന് വിലയില്ലാത്ത നിനക്കൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് കേട്ട് ഇത്ര ചുരുക്കുണ്ടെങ്കിൽ ഇന്നു മുതൽ ഈ ജോർജും കമ്മ്യൂണിസ്റ്റ് ആണ്. അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർക്കും അതങ്ങ് നന്നേ പിടിച്ചു. വിശ്വാസികളായിട്ടുള്ളവർ അത് കണ്ടു ഞെട്ടി. പിന്നാലെ ആ കൊടിയിൽ ആരെങ്കിലും തൊട്ട കൈതാൻ വിട്ടും എന്ന മട്ടിൽ ജോർജ് ഭീഷണി മുഴക്കുകയും ചെയ്തു. അതോടെ പള്ളിക്കാരക സമ്മർദ്ദത്തിലായി. വൈകാതെ പള്ളിക്കമ്മിറ്റി വിളിച്ചു ചേർക്കപ്പെട്ടു. ക്വിന്റൽ ജോർജിനെ പള്ളിയുടെ രക്ഷയ്ക്കായി പള്ളിയുടെ ആളായി നിയമിക്കാൻ അച്ഛൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കിൻഡൽ ജോർജ് അങ്ങനെ എതിർഭാഗത്തേക്ക് പോയതും. അതോടെ എല്ലാം കൊണ്ടും സമ്മർദ്ദമായി. സഭ ക്രിസ്റ്റഫർ സേന എന്ന പേരിൽ വിശ്വാസങ്ങളെയും പള്ളി സ്വത്തുക്കളെയും സംരക്ഷിക്കാൻ ഒരു സേനയുണ്ടാക്കാൻ പോകുന്നുണ്ട് എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ആ ക്രിസ്റ്റഫർ സേനയിലേക്ക് പ്രധാന ചട്ടമ്പികളെ വേണം. പറ്റിയാൽ വിശ്വാസികളായിട്ടുള്ള ചട്ടമ്പികളെ തന്നെ. അങ്ങനെ കുന്നുംപുറം പള്ളി അവരുടെ ക്രിസ്റ്റഫറിനായുള്ള തിരച്ചിൽ ആരംഭിച്ചു. പള്ളിയിലെ കൊച്ചച്ഛനും കൈക്കാരനും കൂടിയായിരുന്നു തിരച്ചിൽ നടത്തിയത്. ഒടുവിൽ അവർ എത്തിച്ചേർന്നതാകട്ടെ തോമാപുരത്തും. തോമാപുരത്തുള്ള അച്ഛനെ പിടിച്ച് അവിടുള്ള ഒരു ചട്ടമ്പിയെ കാണാനായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നതും. നീണ്ട തിരച്ചിലിനൊടുവിൽ അവർക്ക് അച്ഛൻ പറഞ്ഞ ചട്ടമ്പിയെ കണ്ടുകിട്ടി. കുട്ടികൾക്കൊപ്പം കളിച്ചു നിൽക്കുകയായിരുന്ന ഒരു യുവാവ്, പേര് കൃഷ്ണപിള്ള. നല്ലൊരു സത്യക്രിസ്ത്യാനിയായ ചട്ടമ്പിയെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചു വന്ന അവർക്ക് കൃഷ്ണപിള്ള എന്ന പേര് കേട്ടപ്പോ ഒരു വല്ലായ്മ തോന്നി. എന്നാലും നാട്ടിലുള്ള ചട്ടമ്പികളെയൊക്കെ മറ്റു പള്ളിക്കാർ കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് കൃഷ്ണപിള്ളയെങ്കിൽ കൃഷ്ണപിള്ള എന്ന മട്ടിൽ കൃഷ്ണപിള്ളയെ സ്വീകരിക്കാൻ അവർ തയ്യാറായി. അവരെ കൊണ്ടുവന്ന കൃഷ്ണപിള്ളയുടെ ഗാർഡിയൻ കൂടിയായ ആ അച്ഛൻ കൃഷ്ണപിള്ളയോട് കാര്യങ്ങൾ സംസാരിച്ചു. ആദ്യം സ്വന്തം നാട് വിട്ടുപോകാൻ കൃഷ്ണപിള്ള വിസമ്മതിച്ചെങ്കിലും ഗാർഡിയൻ അച്ഛൻ നിർബന്ധിച്ചപ്പോ നല്ലൊരു പ്രതിഫലവും വാഗ്ദാനം ചെയ്തപ്പോ കൃഷ്ണപിള്ള ഒടുവിൽ അതിനെ സമ്മതിച്ചു. അപ്പോഴാണ് കൈക്കാരൻ ദേവസി കൃഷ്ണപിള്ള എന്ന പേരിലുള്ള തന്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത്. വല്ല പൈലിന്ന് അവറാന്നൊക്കെയാണ് പേരെങ്കിൽ കുഴപ്പമില്ല എന്ന് ദേവസി പറഞ്ഞതും അച്ഛൻ പറഞ്ഞു, അങ്ങനാണെങ്കിൽ ഇവന്റെ പേര് പോത്തൻ നിട്ടോ, പോത്തൻ ക്രിസ്റ്റഫർ. അതിനെ ആദ്യം എതിർത്ത് കൃഷ്ണപിള്ള മാറിയെങ്കിലും ഗാർഡിയൻ അച്ഛൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ അവന് പറ്റുമായിരുന്നില്ല. അങ്ങനെ പോത്തൻ ക്രിസ്റ്റഫറായി കൃഷ്ണപിള്ള കാണിയാറിലേക്ക് എത്തിച്ചേർന്നു. കാണിയാറിലെത്തിയ കൃഷ്ണപിള്ള എന്ന ക്രിസ്റ്റഫറെ സന്തോഷത്തോടെയായിരുന്നു അച്ഛനും പരിവാരങ്ങളും വരവേറ്റത്. കൃഷ്ണപിള്ളയ്ക്ക് ആ നാടിനെ പറ്റിയും പരിസരത്തെ പറ്റിയും പള്ളിയിലച്ഛൻ പറഞ്ഞുകൊടുത്തു. അമരാവതി പുഴയുടെ അക്കരെയാണ് കുന്നുംപുറം. അവിടെ മുഴുവൻ കുടിയേറ്റക്കാരാണ്. അതിനപ്പുറം തരിയോട്ടുമല. എല്ലാവരും അതൊരു സാത്താൻ മലയായിട്ടാ കാണുന്നത്. പിന്നെ കാണിയാറിലെ പള്ളി ആൾക്കാർ കുന്നുംപുറം പള്ളി എന്നും പറയും. ഈ നാടിന്റെ ആത്മാവെന്ന് പറയുന്നത് ഇവിടുത്തെ കുരിശുമലയാണ്. നമ്മൾ പുതിയ പള്ളി പണിയാൻ കണ്ടുവച്ചിരുന്നത് ആ കുരിശുമലയായിരുന്നു. പക്ഷെ അവിടെയും ഈ നശിച്ച കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന് കൊടികുത്തി. ദേ കണ്ടില്ലേ, ഇവിടെയുള്ള ഈ കൊടിയടക്കം എല്ലാം കാണിയാറിയെന്ന് പോയാലേ നമുക്കൊക്കെ തലതവർന്ന് നടക്കാൻ പറ്റൂ. അത് കേട്ടതും ക്രിസ്റ്റഫർ ചിന്തിച്ചത് ആ കൊടിയാണ് പ്രശ്നമെന്ന തരത്തിലായിരുന്നു. നേരെ പോയി കിൻഡൽ ജോർജ് കുത്തിയ ആ കമ്മ്യൂണിസ്റ്റ് കൊടി പൊക്കിയെടുത്തെറിയാൻ ക്രിസ്റ്റഫർ മുന്നോട്ട് നീങ്ങി. നാട്ടുകാരൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. ക്രിസ്റ്റഫർ കൊടിയിൽ തൊട്ടത് ഉയർത്തിയതും ക്രിസ്റ്റഫറിന്റെ പുറത്തൊരു ചവിട്ട് വീണു. അത് കിൻഡൽ ജോർജ് ആയിരുന്നു. പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തന്നെ കിൻഡൽ വന്നതാണ്. അച്ഛനും കൂട്ടരും അത് ഭയന്ന് നിൽക്കെ സാഹിൽ എന്നു പേരുള്ള കൃഷ്ണപിള്ളയുടെ അഥവാ ക്രിസ്റ്റഫറിന്റെ സുഹൃത്ത് പറഞ്ഞു, നിങ്ങളന്ന് അവിടെ വന്നപ്പോ എന്റെ ആശാന്റെ രാവണചരിതം നാടകം കാണാൻ പറ്റിയില്ലല്ലോ, ദാ ഇപ്പോ കാണാം. അത് പറഞ്ഞതിന് പിന്നാലെ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ ക്രിസ്റ്റഫർ അടി തുടങ്ങുകയായിരുന്നു. ക്വിന്റൽ ജോർജിനെയും സംഘത്തെയും ക്രിസ്റ്റഫർ നല്ല രീതിയിൽ അടിച്ചോടിച്ചു. അതോടെ നാട്ടുകാർക്കും പള്ളിക്കാർക്കും ഒക്കെ വലിയ സന്തോഷമായി. വൈകാതെ കൃഷ്ണപിള്ള പൂർണ്ണമായും പള്ളിയിലെ ക്രിസ്റ്റഫറായി വാഴിക്കപ്പെട്ടു. ക്രിസ്റ്റഫർ സേനയ്ക്കും അവർ തുടക്കം കുറിച്ചു. പള്ളിയിലെ യുവാക്കളെയും അയൽഗ്രാമങ്ങളിലെ യുവാക്കളെയും ചേർത്തായിരുന്നു ആ ക്രിസ്റ്റഫർ സേന രൂപീകരിച്ചത്. ദളിതരെന്ന് പറഞ്ഞ് ചിലരെ മാറ്റി നിർത്താൻ പള്ളിയിലെ വലിയ മുതലാളിമാർ ശ്രമിച്ചെങ്കിലും കൃഷ്ണപിള്ള അതിനൊന്നും നിന്നില്ല.
വിശ്വാസികൾക്കെതിരെ പ്രശ്നം വരുമ്പോ വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അവരെയും തന്റെ കൂടെ കൂട്ടി. കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള പരിശീലനം കണ്ട് പെൺകുട്ടികളും അതിൽ ആകൃഷ്ടരായി വരാൻ തുടങ്ങി. കൃഷ്ണപിള്ള അവരെയും ക്രിസ്റ്റഫർ സേനയിലേക്ക് ചേർത്തു. എല്ലാവർക്കും നല്ല രീതിയിൽ പരിശീലനം നൽകി. കൃഷ്ണപിള്ളയുടെ വരവോടെ കാണിയാരിൽ കമ്മ്യൂണിസത്തിന്റെ കാലിടറി. അവർക്ക് കൃഷ്ണപിള്ളയെ എതിർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുരിശുമലയ്ക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ കുത്തിയ കൊടിയെടുത്ത് കൃഷ്ണപിള്ള ഒടിച്ചു കളയുക വരെ ചെയ്തു. അങ്ങനെ പള്ളിക്കാരുടെ മുമ്പിൽ വലിയ തോതിൽ കൃഷ്ണപിള്ള ഒരു ഹീറോ ആയി മാറിക്കൊണ്ടിരുന്നു. നാട്ടുകാരുടെ സ്നേഹവും വലുതായി പിടിച്ചുപറ്റി. ഏറെക്കുറെ ഇതേ സമയത്താണ് ഈപ്പൻ ഡാനിയൽ എന്ന മുൻ സെക്രട്ടേറിയറ്റ് സെക്രട്ടറി തന്റെ വീട്ടിലേക്ക് ഐജിയെ വിളിച്ചു വരുത്തുന്നത്. ഐജിയുമായി അയാൾ സംസാരിച്ചു. ക്രിസ്റ്റഫർ സേനയെയും കലാപങ്ങളെയും അടിച്ചൊതുക്കാൻ സ്പെഷ്യൽ ഓഫീസേഴ്സിനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ഐജി ഈപ്പൻ ഡാനിയലിന്റെ വീട്ടിലുള്ള ഒരു വാർറൂം പോലൊരു സെറ്റപ്പും നോക്കിക്കണ്ടു. പിന്നാലെ ഐജിയെ വിളിച്ചു വരുത്തിയ കാര്യം ഈപ്പൻ ഡാനിയൽ വ്യക്തമാക്കി. തനിക്ക് വേണ്ടി കാണിയാറിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ ഐജി നിയമിക്കണം. ക്കേണ്ട വ്യക്തിയുടെ ഫോട്ടോ കണ്ടതും ഐജി ഒന്ന് ഞെട്ടി. അത് റേരു രമണയെന്ന അപകടകാരിയായ ഒരു ഓഫീസറായിരുന്നു. കലാപങ്ങൾ നടത്തുകയും ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തിട്ടുള്ള കറുത്ത ഹിസ്റ്ററിയുള്ള ഒരു ഓഫീസർ. ഐജിയും ഈപ്പനും തമ്മിൽ സംസാരം തുടരെയാണ് കാണിയാറിൽ നിന്ന് കുഞ്ചറിയ മുതലാളിയുടെ ഫോൺ കോൾ ഈപ്പനെ തേടിയെത്തുന്നത്. ഈപ്പൻ പറഞ്ഞ പോലെ 5 പട്ടയങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞെന്നും ഇനിയൊരു പട്ടയം മാത്രമേ ബാക്കിയുള്ളൂവെന്നും അതിന്റെ ഓണറായ പെണ്ണ് കടമ്പിടുത്തക്കാരിയാണെന്നും അവളെ മെരുക്കിയെടുക്കാൻ സമയം വേണം എന്നായിരുന്നു കുഞ്ചറിയ പറഞ്ഞത്. അവർക്ക് ചിലപ്പോൾ പണം നൽകേണ്ടി വരും. പക്ഷേ ഈപ്പൻ പറഞ്ഞു, കുന്നുംപുറത്താകെയുള്ളത് 110 കുടുംബക്കാരാണ്. എല്ലാം കുടിയേറ്റക്കാരാ. ഒറ്റൊരുത്തിന് പട്ടയമില്ല. ആകെ പട്ടയമുള്ളത് ഈ 5-6 പേർക്കാണ്. അതിൽ 5 പേരുടെ പട്ടയം സുഖമായിട്ട് നമ്മൾ കൈവശപ്പെടുത്തി. ഇനി ആ ഒരാൾക്ക് വേണ്ടി പണം മുടക്കണമെന്നാണോ താൻ പറയുന്നത്? ഈപ്പന്റെ കളി താൻ കാണാൻ പോകുന്നതേയുള്ളൂ. അതും പറഞ്ഞ് ഈപ്പൻ ഫോൺ കട്ട് ചെയ്തു. പിന്നാലെയാണ് കാണിയാരിൽ പുതിയ പ്രശ്നം ഉദിക്കുന്നത്. അങ്ങോട്ടേക്ക് നാടക സംഘം എത്തിച്ചേരാൻ പോകുന്നു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന പ്രശസ്തമായ നാടകം അവിടെ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവരാൻ പോവുകയാണ്. അത് കേട്ടതും പള്ളിക്കാർ അസ്വസ്ഥതയിലാണ്ടു. KPACയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയാണ് കമ്മ്യൂണിസ്റ്റുകാരെ വളർത്തുന്നത് എന്നൊരു സംസാരം പരക്കെയുണ്ടായിരുന്നു. അവിടെയും അത്തരമൊരു നാടകം കളിക്കപ്പെട്ടാൽ വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകാരാകുമോ എന്ന ഭയം നിലകൊണ്ടു. ആദ്യ കളി അയ്യത്താങ്കോവിലും രണ്ടാമത്തേത് കുരിശുമലയിലുമായിട്ടായിരുന്നു നാടകക്കാർ പ്ലാൻ ചെയ്തിരുന്നത്. എന്ത് വില കൊടുത്തും അത് തടയണമെന്ന് ക്രിസ്റ്റഫറായ കൃഷ്ണപിള്ളയോട് പള്ളിക്കാർ ആവശ്യപ്പെട്ടു. പക്ഷേ ആദ്യം അത് കേട്ടപ്പോ ഒരു നാടകക്കാരൻ കൂടിയായ കൃഷ്ണപിള്ളയ്ക്ക് എന്തിനത് ചെയ്യുന്നത് എന്ന ഭാവമായിരുന്നു. പള്ളിക്കാർ നിർബന്ധിച്ചപ്പോ ഒടുവിൽ നാടകം നടക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ താൻ നോക്കാം എന്ന് കൃഷ്ണപിള്ള അറിയിച്ചു. അയ്യത്താങ്കോവിലിൽ ആദ്യത്തെ നാടകം അരങ്ങേറാൻ തുടങ്ങുന്ന സമയം നാടകം സ്പോൺസർ ചെയ്തിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു മുതലാളിയായിരുന്നു. പക്ഷേ മുതലാളിയുടെ കണ്ണ് നാടകത്തിലെ പ്രധാന നടിയായ റബേക്കയുടെ മേലാണ്. നാടകം നടക്കുന്നിടത്തേക്ക് കൃഷ്ണപിള്ളയും വന്നു ചേർന്നു. റബേക്ക കാര്യങ്ങൾക്ക് സഹകരിക്കുന്ന രീതിയിലുള്ള ആളല്ല എന്ന് മുതലാളി അറിഞ്ഞതും റബേക്കയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ മുതലാളി തന്റെ ആളുകളെ കൂട്ടി പ്ലാൻ ചെയ്തു. അത്തരത്തിൽ റബേക്കയെ തട്ടിക്കൊണ്ടുപോവാനും തുടങ്ങി. കൃഷ്ണപിള്ളയാകട്ടെ നാടകം നടക്കാതിരിക്കാൻ അവിടെ ഗുണ്ടേർ നടത്താനായിരുന്നു വന്നിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു നായികയെ തട്ടിക്കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ കൃഷ്ണപിള്ളയ്ക്ക് സാധിച്ചില്ല. ആ സ്ത്രീയെ രക്ഷിക്കാൻ മുതലാളിയുടെ ജീപ്പിന് പിന്നാലെ കൃഷ്ണപിള്ള സൈക്കിൾ എടുത്ത് വെച്ചുപിടിച്ചു. ഒടുവിൽ എല്ലാവരെയും മടിച്ചൊതുക്കി കൃഷ്ണപിള്ള റബേക്കയെ രക്ഷപ്പെടുത്തി. റബേക്ക കൃഷ്ണപിള്ളയെ കണ്ടിരുന്നു. പക്ഷേ കൃഷ്ണപിള്ള റബേക്കയെ കാണുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് റബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. കൃഷ്ണപിള്ള മുതലാളിയുടെ ആളുകളെ അടിച്ചോടിക്കുന്ന തിരക്കിലായിരുന്നു. അന്നവിടെ നാടകവും ഭംഗിയായി നടന്നു. അടുത്ത ദിവസം അത് ചോദ്യം ചെയ്ത് പള്ളിക്കാർ കൃഷ്ണപിള്ളയുടെ അടുത്തെത്തി. പക്ഷേ കൃഷ്ണപിള്ള ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സത്യക്രിസ്ത്യാനി എങ്ങനെ നോക്കി നിൽക്കും എന്ന മട്ടിൽ ചോദിച്ച് അവരുടെയൊക്കെ വായടപ്പിച്ചു. എന്തായാലും കുരിശുമലയിലെ നാടകം നടക്കില്ല എന്ന് കൃഷ്ണപിള്ള തീർത്തു പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം എത്തി. കുരിശുമലയിലെ നാടകം നടക്കാൻ പോകുന്ന ദിവസം കൃഷ്ണപിള്ള ആദ്യമേ അവിടെത്തി നിലയുറപ്പിച്ചു. എങ്ങനെയും നാടകം തകർക്കുകയാണ് കൃഷ്ണപിള്ളയുടെ ലക്ഷ്യം. വൈകാതെ അങ്ങോട്ടേക്ക് റബേക്കയും സംഘവും വന്നെത്തി. റബേക്കയ്ക്ക് വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. കൃഷ്ണപിള്ള ഇതൊക്കെ കണ്ട് തെല്ലൊന്ന് അതിശയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് റബേക്ക മേക്കപ്പിനിരിക്കുമ്പോ ഒരു പെണ്ണ് റബേക്കയുടെ അടുത്തെത്തി പറഞ്ഞു, നിന്നെ ഇന്നലെ രക്ഷിച്ചയാൾ ഇവിടെയും വന്നിട്ടുണ്ട്. റബേക്ക അത് കേട്ടതും നേരെ പുറത്തേക്കിറങ്ങി കൃഷ്ണപിള്ളയെ കാണാൻ ചെന്നു. റബേക്ക വരുന്നത് കണ്ടതും അവിടത്തെ നാട്ടുകാരും റബേക്കയെ വളയുന്നുണ്ടായിരുന്നു. കൃഷ്ണപിള്ളയോട്
രക്ഷിച്ചതിന് നന്ദി പറയാനാണ് റബേക്ക വന്നത്. പക്ഷെ ആള് തടിച്ചുകൂടുന്നത് പ്രശ്നമാകുമെന്ന് കരുതി സംഘാടകർ കൃഷ്ണപിള്ളയോട് ഒന്ന് വേദിയിലേക്ക് വരാമോ എന്ന് പറഞ്ഞു. ഒരാള് റബേക്കയെ കടന്നു പിടിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണപിള്ള അത് കണ്ടതും അതിൽ ഇടപെട്ട് അയാളുടെ കൈ ഒടിച്ചു. പിന്നാലെ റബേക്കയുമായി നേരെ വേദിയിലേക്ക് നടന്നു. തന്നെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കൃഷ്ണപിള്ളയെ ഏറെ സ്നേഹത്തോടെ റബേക്ക നോക്കുന്നുണ്ടായിരുന്നു. വേദിയിലിരുന്ന് ഇരുവരും സംസാരിച്ചു. അപ്പോഴാണ് കൃഷ്ണപിള്ള തോമാപുരത്തെ തന്റെ നാടകത്തെ പറ്റിയും മറ്റുമൊക്കെ വിശദീകരിക്കുന്നത്. ഒരു പുഞ്ചിരിയോടെ റബേക്കൊക്കെയും കേട്ടിരുന്നു. അവർ തമ്മിൽ ആ സംസാരം നല്ലൊരു കെമിസ്ട്രിയിലൂടെ മുമ്പോട്ടേക്ക് മാറി. കൃഷ്ണപിള്ളയ്ക്കും റബേക്കയെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അന്ന് കൃഷ്ണപിള്ള നാടകം മുടക്കാൻ വന്നതാണെങ്കിലും അയാളത് ചെയ്തില്ല. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം അവിടെ നിന്ന് മൊത്തം കണ്ടു. നാടകം കണ്ടപ്പോ കൃഷ്ണപിള്ളയുടെ ഓർമ്മയിലേക്ക് തന്റെ ഭൂതകാലം കടന്നു വരുന്നുണ്ടായിരുന്നു. ഏറെ വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു ഭൂതകാലം. കൃഷ്ണപിള്ളയുടെയും ചോര തിളച്ചു. കൃഷ്ണപിള്ളയിലും കമ്മ്യൂണിസത്തിന്റെ ഒരു സ്പാർക്ക് അവിടെ വെച്ച് ജനിക്കുന്നുണ്ടായിരുന്നു. നാടകമൊക്കെ കഴിഞ്ഞ് റബേക്ക മടങ്ങാനിറങ്ങുമ്പോ കൃഷ്ണപിള്ള അവിടെ ഒരിടത്ത് തനിച്ചിരുന്ന് കരയുന്നത് റബേക്ക ശ്രദ്ധിച്ചു. തന്റെ ഭൂതകാലമോർത്ത് കൃഷ്ണപിള്ള വിതുമ്പുകയായിരുന്നു. റബേക്കയ്ക്ക് കൃഷ്ണപിള്ളയുടെ ഉള്ള് അത്രമാത്രം ശുദ്ധമാണ് എന്ന് മനസ്സിലായി. റബേക്ക അന്ന് നാടകക്കാരോടൊപ്പം ആലപ്പുഴയ്ക്ക് പോയില്ല. അടുത്ത ദിവസം ആലപ്പുഴയിലാണ് കളിയുള്ളത്. അവിടെ റബേക്കയുടെ കുഞ്ഞമ്മയുണ്ട്. അവിടെ ഒരു ദിവസം നിന്ന് അടുത്ത ദിവസമേ റബേക്ക മടങ്ങുമായിരുന്നുള്ളൂ. റബേക്കയെ അവിടെ എത്തിക്കാൻ കൃഷ്ണപിള്ള കൂടെ പോയി. ആ യാത്രയിൽ അവരൊരുപാട് സംസാരിച്ചു. ഇതിനിടയിൽ യഥാർത്ഥത്തിൽ അത് ക്രിസ്റ്റഫർ അല്ല കൃഷ്ണപിള്ളയാണ് എന്ന കാര്യവും റബേക്കയ്ക്ക് അറിയാമായിരുന്നു. പാർട്ടി വഴി അറിഞ്ഞതാണ് എന്ന കാര്യവും റബേക്ക വ്യക്തമാക്കി. സംസാരത്തിനിടയിൽ കൃഷ്ണപിള്ളയുടെ കഥ എന്താണ് എന്ന് റബേക്ക ചോദിച്ചു. കൃഷ്ണപിള്ള തന്റെ കഥ റബേക്കയോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ കൃഷ്ണപിള്ള കഥാരംഭത്തിൽ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ പയ്യൻ തന്നെയായിരുന്നു. പള്ളിയിലച്ഛൻ ഗോഡ്ഫാദറായും അന്ന് കണ്ടെടുത്ത നാടകക്കാരായ വ്യക്തികൾ കൃഷ്ണപിള്ളയുടെ അച്ഛനും അമ്മയുമായും മാറി. അവരുടെ മകൾ സീതയായിരുന്നു കൃഷ്ണപിള്ളയെ ഏറ്റവും കൂടുതൽ നോക്കിയത്, വളർത്തിയത്. കൃഷ്ണപിള്ളയ്ക്ക് സീത തന്റെ പൊന്നു ചേച്ചിയായിരുന്നു. പക്ഷേ ഒരിക്കൽ പട്ടേലരുടെ ഗുണ്ടകൾ അവർ താമസിച്ചിരുന്ന ഇടങ്ങളും പിടിച്ചെടുക്കാനും അവരെ ഉപദ്രവിക്കാനും എത്തി. അച്ഛൻ കേളുവിനെയും അമ്മയെയും അവർ കൊന്നുകളഞ്ഞു. സീത ഇതിനെല്ലാം ദൃക്സാക്ഷിയായിരുന്നു. പിന്നീട് പോലീസ് എത്തി അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. നടന്ന കാര്യങ്ങൾ ആരെങ്കിലും കണ്ടോ, ആരാണ് കൊന്നത് എന്ന കാര്യമറിയാമോ എന്ന മട്ടിൽ അവർക്കെതിരെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ആരെങ്കിലും കൊലപാതകങ്ങളെ കണ്ടോ എന്ന ചോദ്യത്തിന് ദളിതരായവർ ഭയന്നില്ലെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ സീത ധൈര്യത്തോടെ ഞാൻ കണ്ടതാ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി. അവിടുത്തെ പോലീസ് ഓഫീസർ അത് കേട്ടതും മുന്നിട്ട് വന്ന് ക്രൂരമായി സീതയെ ചവിട്ടി. സീതയുടെ അടിനാവിക്കേറ്റ ആ ചവിട്ടിൽ സീത താഴെ വീഴുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അന്ന് കുട്ടിയായിരുന്ന കൃഷ്ണപിള്ളയ്ക്ക് അതൊക്കെ നോക്കി നിന്ന് പൊട്ടിക്കരയാനേ സാധിച്ചുള്ളൂ. ആ പോലീസ് ഉദ്യോഗസ്ഥനും പട്ടേലരുടെ ആളായിരുന്നു. കൃഷ്ണപിള്ള അന്ന് കരഞ്ഞുകൊണ്ട് ആ സ്റ്റേഷൻ വിട്ടിറങ്ങി. അന്ന് കൃഷ്ണപിള്ള വീണ്ടും അനാഥനാക്കപ്പെട്ടു. കൃഷ്ണപിള്ളയുടെ ആ കഥ കേട്ടതും റബേക്കയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. പിന്നീട് റബേക്ക കണിയാപുരത്ത് താൻ സ്വന്തമാക്കിയിട്ടുള്ള തന്റെ 5 ഏക്കർ ഭൂമിയിലേക്ക് കൃഷ്ണപിള്ളയെ കൂട്ടിക്കൊണ്ടുപോയി. അമരാവതി പുഴയുടെ തീരത്തുള്ള 5 ഏക്കർ സ്ഥലം. അവിടെ വെച്ച് മനസ്സ് തുറന്ന് റബേക്ക കൃഷ്ണപിള്ളയോട് സംസാരിച്ചു. പാർട്ടിക്ക് കുരിശുമലയിൽ വലിയ പാർട്ടി മന്ദിരം വേണം, പള്ളിക്കാർക്ക് പുതിയ പള്ളിയും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നാടിന്റെ ആത്മാവായ കുരിശുമലയിൽ ഒരു സ്കൂളല്ലേ വേണ്ടത്, ഒരു പള്ളിക്കൂടമല്ലേ വേണ്ടത്. പക്ഷെ ആരും അതിന് തയ്യാറല്ല. ഈ 5 ഏക്കർ സ്ഥലത്ത് എനിക്കൊരു കൂര പണിയാൻ എന്തോരം സ്ഥലം വേണം. ഇവിടെ എന്തായാലും ഒരു സ്കൂൾ വരും. എന്റെ ബാക്കി സ്ഥലത്ത് ഞാനൊരു സ്കൂൾ ഉണ്ടാക്കും. അതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. റബേക്കയുടെ മനസ്സും അവളുടെ ആശയങ്ങളും കൃഷ്ണപിള്ളയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. ഈ ഭൂമിക്കായി വലിയ വെല്ലുവിളികൾ ഉണ്ടെന്നും പട്ടയമുള്ള ഭൂമിയായതുകൊണ്ട് ഭീഷണികൾ ഉണ്ടെന്നും റബേക്ക എന്ന് കൃഷ്ണപിള്ളയോട് സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ യാത്ര പറഞ്ഞ് പിരിയുമ്പോ കൃഷ്ണപിള്ള അവരുടെ നാടകം നന്നായിരുന്നു എന്ന് റബേക്കയോട് പറഞ്ഞു. ഉടൻ റബേക്കയുടെ മറുപടി വന്നു. കാണിയാറിന്റെ ക്രിസ്റ്റഫറിന് ഈ നാടകം ഇഷ്ടമായെങ്കിൽ ഈ നാടകത്തിന് മരണമില്ല എന്നാണ് അർത്ഥം. അടുത്ത ദിവസം രാവിലെ പള്ളിയിൽ എല്ലാവരും വിളിച്ചു ചേർക്കപ്പെട്ടിരുന്നു. ക്രിസ്റ്റഫർ എന്ന കൃഷ്ണപിള്ളയും അങ്ങോട്ടേക്കെത്തി. വിശ്വാസികളായ നാട്ടുകാർ മുഴുവൻ കൃഷ്ണപിള്ളക്കെതിരെ തിരിഞ്ഞിരിക്കുകയായിരുന്നു. കുരിശുമലയിൽ നാടകം നടന്നതിനുള്ള പ്രതിഷേധം മാത്രമാണത് എന്നായിരുന്നു കൃഷ്ണപിള്ള ചിന്തിച്ചത്. അകത്തേക്കെത്തിയ കൃഷ്ണപിള്ള ആ നാടകത്തിൽ പള്ളിക്കാർക്കും പള്ളിക്കുമെതിരെ ഒന്നുമില്ലെന്നും അതൊരു സാധാരണ നാടകം മാത്രമാണ്, താനത് കണ്ടെന്നുമൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെയുള്ളവരാരും അത് ചെവികൊള്ളാൻ തയ്യാറായിരുന്നില്ല. ക്രിസ്റ്റഫർ റബേക്കയുടെ കൂടെയായിരുന്നു രാത്രി പോയതെന്നും മറ്റുമുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അച്ഛനടുക്കൽ
കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കൃഷ്ണപിള്ള ശ്രമിച്ചു. പക്ഷേ അച്ഛൻ കൃഷ്ണപിള്ളയുടെ കൈതട്ടി മാറ്റി. നീ സത്യക്രിസ്ത്യാനിയല്ലല്ലോ, കൃഷ്ണപിള്ളയല്ലേ എന്ന് ചോദിക്കുകയായിരുന്നു ചെയ്തത്. അത് കേട്ടതും കൃഷ്ണപിള്ള അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അവിടെ വെളിപ്പെട്ടിരിക്കുന്നു. അച്ഛനും കൃഷ്ണപിള്ളയ്ക്കെതിരെ തിരിഞ്ഞു. വിശ്വാസികൾ മുഴുവനായും കൃഷ്ണപിള്ളയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രനാളും തന്നെ സ്നേഹിച്ചവർ തന്നെ തള്ളിപ്പറഞ്ഞപ്പോ കൃഷ്ണപിള്ള ആകെ വല്ലാതായി. കൃഷ്ണപിള്ളയെ അവർ അപമാനിച്ച് പള്ളിയിൽ നിന്നിറക്കി വിട്ടു. കണ്ണീരോടെ ആ മനുഷ്യൻ പള്ളി വിട്ടിറങ്ങി. കാണിയാറിന്റെ മണ്ണിൽ ക്രിസ്റ്റഫർ സേനയുമില്ലെന്നും എല്ലാം അവസാനിപ്പിക്കുകയാണെന്നും അവിടുത്തെ പള്ളിയിലച്ചൻ പ്രഖ്യാപിച്ചു. ഇതേസമയം മറുവശത്ത് ഈപ്പൻ ഡാനിയലിന്റെ കണക്കുകൂട്ടലിൽ ചില ശത്രുക്കൾ അതേ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പെഷ്യൽ ഓഫീസറായി ചാർജ് എടുക്കാൻ വരുന്ന രേരു രമണ കൃഷ്ണപിള്ള വൈകാതെ ആ നാട് വിടാൻ തീരുമാനിച്ചിരുന്നു. കൃഷ്ണപിള്ള ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കൃഷ്ണപിള്ളയുടെ ക്രിസ്റ്റഫർ സേനയിലെ വിദ്യാർത്ഥികൾ അവിടെ എത്തി അദ്ദേഹത്തോട് പോകരുതെന്ന് പറഞ്ഞു. കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി മടങ്ങാൻ കൃഷ്ണപിള്ള തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് കൃഷ്ണപിള്ള വീണ്ടും റബേക്കയെ കണ്ടുമുട്ടി. റബേക്ക ആലപ്പുഴയ്ക്കായി തിരിക്കുകയായിരുന്നു. റബേക്കയും അതിനോടകം കൃഷ്ണപിള്ളയുടെ വിവരങ്ങൾ അറിഞ്ഞിരുന്നു. ഒടുവിലവർ ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു. കൃഷ്ണപിള്ള മുമ്പ് അവരുടെ ശത്രുവായിരുന്നെങ്കിൽ കൂടിയും ആ കമ്മ്യൂണിസ്റ്റുകാരോടും സ്നേഹത്തിൽ അവൻ യാത്ര പറഞ്ഞു. പിന്നാലെ ബസ് വന്നു. ബസ്സിൽ കയറി യാത്ര തിരിക്കാൻ കൃഷ്ണപിള്ള ഒരുങ്ങി. റബേക്കയോടും യാത്ര പറഞ്ഞ് കയറി. പക്ഷേ റബേക്കയും കൃഷ്ണപിള്ളയുടെ സങ്കടമൊക്കെ കണ്ട് അതേ ബസ്സിൽ കയറിയിരുന്നു. അയ്യന്തോളിന്നും തനിക്ക് ആലപ്പുഴക്ക് ബസ് കിട്ടും എന്നായിരുന്നു കൃഷ്ണപിള്ളയോട് റബേക്ക ചോദിച്ചപ്പോ പറഞ്ഞത്. ആ യാത്രയിൽ അവരുടെ പ്രണയം വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഒടുവിൽ കൃഷ്ണപിള്ളയ്ക്ക് ഇറങ്ങേണ്ട ഇടം എത്തി. റബേക്കയും കൃഷ്ണപിള്ളയും പിരിയുന്ന ഇടം. ബസ് പോകുന്നതിനു മുമ്പ് കൃഷ്ണപിള്ളയെ അടുത്തേക്ക് വിളിച്ച് റബേക്ക കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ബുക്ക് ഏറെ സ്നേഹത്തോടെ സഖാവ് കൃഷ്ണപിള്ളയ്ക്കെന്ന് എഴുതിക്കൊണ്ട് കൃഷ്ണപിള്ളയ്ക്ക് കൈമാറി. അത് കൃഷ്ണപിള്ളയോടുള്ള റബേക്കയുടെ പ്രപ്പോസലായിരുന്നു. കൃഷ്ണപിള്ള റബേക്കയുടെ ബസ്സിലേക്ക് ഓടിക്കയറി. പിന്നാലെ റബേക്കയെ സഖാവെ എന്ന് വിളിച്ചു. തന്റെ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള മറുപടി. സന്തോഷത്തോടെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവരിരുവരും രണ്ടു വഴിക്കായി പിരിഞ്ഞു. കൃഷ്ണപിള്ള തോമാപുരത്തേക്കും റബേക്ക ആലപ്പുഴയിലേക്കും. പക്ഷെ ആ യാത്രാമധ്യേ റബേക്ക പോയ ബസ് രേരു രമണ തടഞ്ഞു. ബസ്സിനകത്തേക്ക് കയറി വന്ന രേരു രമണ അരാജകത്വം അഴിച്ചുവിട്ടു. അത് ചോദ്യം ചെയ്ത റബേക്കയെ അയാൾ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു. കൂട്ടത്തിൽ ബസ്സിനകത്തുണ്ടായിരുന്ന മറ്റ് രണ്ടുപേരെ കൂടിയും ഒരു ദാക്ഷിണ്യവുമില്ലാതായിരുന്നു അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതേസമയം സെക്രട്ടേറിയറ്റിലും വിമോചന സമരം കലാപത്തിലേക്ക് നീങ്ങുന്നതിനെ പറ്റിയുള്ള വാർത്തകൾ എത്തിച്ചേർന്നിരുന്നു. മൂവാറ്റുപുഴയിൽ ബസ്സിന് നേരെ ബോംബേറുണ്ടായി. പിറവത്ത് പോലീസുകാർ കലാപക്കാർക്കെതിരെ വെടിവെച്ചു. 4 പേർ കൊല്ലപ്പെട്ടു. മുഖ്യമന്ത്രി ENS മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് പോലീസുകാർക്കിടയിൽ ഗുണ്ടകൾ കയറിയിട്ടുണ്ടോ എന്ന കാര്യം വരെ അന്വേഷിച്ചു. കൃഷ്ണപിള്ള പോയ ബസ്സിലായിരുന്നു ബോംബേറും ആക്രമണവും ഉണ്ടായത്. ഒരു കുട്ടിയെ രക്ഷിച്ച് കൃഷ്ണപിള്ള അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനിടയിൽ കൃഷ്ണപിള്ളയെ തല്ലാൻ ഒരു ഗുണ്ട വന്നു. അയാൾ സംസാരിച്ചത് കന്നഡ ഭാഷയായിരുന്നു. നടക്കുന്ന കാര്യങ്ങളിൽ കൃഷ്ണപിള്ളയ്ക്ക് സംശയം തോന്നാതിരുന്നില്ല. വൈകാതെ പരിക്കേറ്റവരൊക്കെ അവിടുത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. വിമോചന സമരത്തിന്റെ ഭാഗമായ നിരവധി പേർ അങ്ങോട്ടേക്ക് എത്തിക്കപ്പെട്ടിരുന്നു. കൂട്ടത്തിൽ കൃഷ്ണപിള്ളയും. ആ സമയത്താണ് കൃഷ്ണപിള്ള അവിടെ നിൽക്കുന്ന കാണിയാറിലെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടത്. അങ്ങോട്ടേക്ക് നടന്നെത്തിയപ്പോ അവിടെ വെച്ചിരിക്കുന്ന മൃതദേഹങ്ങളിലൊന്ന് തന്റെ പ്രിയപ്പെട്ട റബേക്കയാണ് എന്ന് കൃഷ്ണപിള്ള നോക്കിക്കണ്ടു. ആകെ തകർന്നുപോയ കൃഷ്ണപിള്ള അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങോട്ടേക്ക് റബേക്ക കൊല്ലപ്പെട്ട ബസ്സിലെ കണ്ടക്ടറെ കൂട്ടിക്കൊണ്ടുവന്നത്. ഉണ്ടായ കാര്യങ്ങൾ കണ്ടക്ടർ വിശദീകരിച്ചു. അയാൾ ഈ നാട്ടുകാരനല്ലെന്നും സമരത്തിന്റെ ഭാഗമല്ലെന്നും തോന്നുന്നു എന്നാ കണ്ടക്ടർ പറഞ്ഞത് കേട്ടപ്പോ തന്നെയും ആക്രമിച്ച വ്യക്തി സംസാരിച്ച ഭാഷയെപ്പറ്റി കൃഷ്ണപിള്ള ചിന്തിച്ചു. മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് കൃഷ്ണപിള്ളയ്ക്ക് തോന്നി. സെക്രട്ടേറിയറ്റിലും കാര്യങ്ങൾ പ്രശ്നത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഗവൺമെന്റിനെതിരെ IB റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഗവൺമെന്റ് താഴെ വീഴുമെന്നും മുഖ്യമന്ത്രിക്ക് മുമ്പിൽ നിർദ്ദേശം വന്നു. അന്ന് ENS പറഞ്ഞു, അധികാരം പോകുന്നതൊന്നും എന്റെ പ്രശ്നമേയല്ല, പക്ഷേ എന്റെ ജനങ്ങൾ, അവർ ചിന്തിയ ചോര, ഇതിന് പിന്നിലൊക്കെ തീർച്ചയായും മറ്റാരോ ഉണ്ട്, എനിക്കുറപ്പാണ്. അപ്പോഴാണ് നടക്കുന്നത് എന്താണെന്ന് പൂർണ്ണമായും വ്യക്തമാകുന്നത്. തന്റെ അടുത്ത് വന്ന ഒരാളോട് ഡാനിയൽ ഈപ്പൻ പൂർണ്ണമായ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ച ഒരു പ്രൊജക്ട് ഉണ്ട്, കാണിയാർ പ്രൊജക്ട്. എല്ലാം ഓക്കെയായി അതിന്റെ മുതലാളി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുന്നത്. അതൊരു മൈനിങ് പ്രൊജക്ട് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭൂപരിഷ്കരണ നിയമത്തിന്റെ പേരിൽ ആ പ്രപ്പോസൽ റിജക്ട് ചെയ്തു. അതോടെ ഈ കമ്പനിയുടെ ഉടമയായിരുന്ന
ഉണ്ടായിരുന്ന അതുവരെ പണം വാരിയെറിഞ്ഞ ആ ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കാൻ തീരുമാനിച്ചു. സർക്കാരിനെ തന്നെ ഇല്ലാതാക്കി തന്റെ കയ്യിലുള്ള ആ മണ്ണ് വീണ്ടുപിടിക്കാനായിരുന്നു അയാളുടെ ശ്രമം. അത് മറ്റാരുമായിരുന്നില്ല, പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാരായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അതേ മണ്ണ് ആവശ്യപ്പെട്ട് ബ്രിട്ടീഷുകാർ വന്നപ്പോ അവരെ കൊന്നുതള്ളിയ അതേ കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലരുടെ ഭൂമിയായിരുന്നു കാണിയാറിനടുത്തുള്ള ആ സാത്താൻ മല. മലബാർ മൈനിങ് കമ്പനി അവിടെ തുടങ്ങാനായി പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാർ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കേരള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതും ആ പ്രപ്പോസൽ നിരസിക്കുന്നതും. ആ മലയിലുള്ളത് മുഴുവൻ സ്വർണമാണ്. ആ സ്വർണം ഖനനം ചെയ്തെടുത്ത് വേണ്ടത് ചെയ്യാനായിരുന്നു പട്ടേലരുടെ പദ്ധതി. ഗവൺമെന്റ് അതിനെതിരെ വന്നതോടെ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ പട്ടേലർ തീരുമാനിച്ചു. അതുവരേക്കും മറ്റാരും അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാതിരിക്കാൻ ആ മല പിശാചിന്റെ മണ്ണാണെന്നും മറ്റും പറഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പട്ടേലർ ഒടുവിൽ ആ മലയിലേക്കുള്ള ഒരേ ഒരു വഴിയായ കാണിയാർ ഗ്രാമം സ്വന്തമാക്കണമെന്നും ആഗ്രഹിച്ചു. അതിനായിട്ടാണ് വിമോചന സമരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ തന്റെ പിടിപാട് ഉപയോഗിച്ച് ഈപ്പനെ വെച്ച് റൈറൂർ രമണയെ പട്ടേലർ അങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തത്. റൈറുവിന്റെയും ഈപ്പന്റെയും പദ്ധതി പ്രകാരം പട്ടേലരുടെ ആളുകൾ പോലീസ് സേനയിലും വിമോചന സമരക്കാരുടെ കൂട്ടത്തിലും കടന്നുകയറി കലാപങ്ങൾ ഉണ്ടാക്കി പ്രശ്നം മാളിക്കത്തിച്ചു. റൈറു റബേക്കയെ കൊന്നതിന് പിന്നിലും ഇതേ കാരണമായിരുന്നു. കുഞ്ചരിയെ വെച്ചുകൊണ്ട് ഈപ്പൻ ഡാനിയൽ കാണിയാറിൽ പട്ടയം കിട്ടിയിട്ടുള്ള 5 പേരുടെ പട്ടയങ്ങൾ സ്വന്തമാക്കിയിരുന്നു. ഒരാൾ മാത്രം തന്റെ ഭൂമി വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചു. ഒരു സ്ത്രീ, അത് റബേക്കയായിരുന്നു. റബേക്കയെ കൊന്ന് വ്യാജമായ രീതിയിൽ കയ്യൊപ്പ് പതിപ്പിച്ചെടുത്ത് ഈപ്പൻ അതും സ്വന്തമാക്കി കഴിഞ്ഞു. പട്ടേലറിന്റെ കമ്പനിക്ക് വേണ്ടിയിട്ടാണത്. ഇനി പട്ടേലറിന് വേണ്ടത് ആ കാണിയാർ എന്ന ഗ്രാമം തന്നെ ഇല്ലാതാവുകയാണ്. അടുത്ത ദിവസത്തോടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ താഴെ വീഴും. അന്ന് രാത്രി കലാപം നടത്തിക്കൊണ്ട് കാണിയാർ ഗ്രാമം ഇല്ലാതാക്കാനായിരുന്നു ഈപ്പന്റെയും റൈറുവിന്റെയും പട്ടേലറുടെയും പദ്ധതി. പക്ഷേ റൈറുവും മറ്റ് പോലീസ് അംഗങ്ങളും രഹസ്യമായി ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഒരു പയ്യൻ കണ്ടു. എമ്മൻ ചാണ്ടി എന്ന് പേരുള്ള പയ്യൻ. ആ പയ്യൻ കാണിയാറിലേക്ക് പാഞ്ഞെത്തി പള്ളിമണി മുഴുക്കി അവരുടെ ഗ്രാമത്തിനെ തേടിയെത്തുന്ന അപകടത്തെക്കുറിച്ച് അവരെ അറിയിച്ചു. അപ്പോഴായിരുന്നു അതേ കാണിയാറിലേക്ക് റബേക്കയുടെ മൃതദേഹവുമായി കമ്മ്യൂണിസ്റ്റുകാർ വന്നെത്തുന്നത്. കൃഷ്ണപിള്ളയും കൂട്ടത്തിലുണ്ടായിരുന്നു. റബേക്കയുടെ മൃതദേഹം റബേക്കയുടെ മണ്ണിൽ അവർ സംസ്കരിച്ചു. ഇതിനിടയിൽ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും കമ്മ്യൂണിസ്റ്റുകാർ കൃഷ്ണപിള്ളയും കേട്ടറിഞ്ഞു. കൃഷ്ണപിള്ള അന്ന് ആ നാട്ടിലെ ജനങ്ങളോട് പൂർണ്ണമായി സംസാരിച്ചു. റബേക്ക കുരിശുമലയിൽ പള്ളിക്കൂടം വരണം എന്ന് ആഗ്രഹിച്ചതിനെ പറ്റിയും ജനങ്ങൾക്കിടയിൽ ജാതിമത ഭേദമന്യേ ഒന്നിച്ചു നിൽക്കേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഒരുമിച്ച് അവരോട് പോരാടാൻ കൃഷ്ണപിള്ള ആഹ്വാനം ചെയ്തു. ആ നാടൊട്ടുക്കും കൃഷ്ണപിള്ളയുടെ വാക്കു കേട്ടു. അവർ പോരാടാൻ തയ്യാറായി നിന്നു. വൈകാതെ റൈറൂർ രമണ ഗുണ്ടകളടങ്ങുന്ന തന്റെ മുഴുവൻ പോലീസ് സേനയുമായി കുന്നുംപുറത്ത് വന്നു ചേർന്നു. ഗ്രാമത്തിന് തീയിടാൻ തുടങ്ങി. പക്ഷേ അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കുന്നുംപുറത്തു നിന്നും കാണിയാറിലേക്ക് പോയി പോലീസിനെ കാത്തിരിക്കുകയായിരുന്നു. വൈകാതെ പോലീസ് സംഘം കാണിയാർ എന്ന ഗ്രാമവും അവിടുത്തെ ജനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ അങ്ങോട്ടേക്ക് കടന്നെത്താൻ തുടങ്ങി. പക്ഷെ അവരെ ആക്രമിക്കാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ടായിരുന്നു. ഗ്രാമം ഒട്ടുക്കും ഒത്തുചേർന്ന് പോലീസുകാർക്കെതിരെ ആക്രമണം നടത്തി. കിൻഡലും അവരുടെ കൂടെ ചേരാനെത്തി. കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒന്നടങ്കം ഒന്നുചേർന്ന് പോലീസുകാരെ തല്ലിച്ചതച്ചുകൊണ്ടിരുന്നു. കൃഷ്ണപിള്ളയുടെ ശിഷ്യന്മാരും ക്രിസ്റ്റഫർ സേനയും അതിൽ പങ്കാളികളായി. ഒടുവിൽ തന്റെ തോക്കുമേന്തി റൈറു തന്നെ അങ്ങോട്ടേക്കെത്തി. അയാൾ വെടിയുതിർക്കാൻ തുടങ്ങി. റബേക്കയെ കൊന്നതടക്കം താനാണെന്ന് വെളിപ്പെടുത്തി അയാൾ ധൈര്യത്തോടെ മുന്നിട്ട് വന്നുകൊണ്ടിരുന്നു. കൃഷ്ണപിള്ളയ്ക്ക് അത് സഹിക്കുമായിരുന്നില്ല. കൃഷ്ണപിള്ള അയാളുമായി കനത്ത പോരാട്ടത്തിലേർപ്പെട്ടു. ഇതിനിടയിൽ കൃഷ്ണപിള്ളക്ക് വെടിയുമേറ്റു. എന്നിരുന്നാലും നിർത്താതെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ കൃഷ്ണപിള്ള റൈറുവിനെ കീഴ്പ്പെടുത്തി. ഇതിനൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കൃഷ്ണപിള്ള റൈറുവിനോട് ചോദിച്ചു. ഈ മണ്ണിന്റെ ഉടയവൻ വരുമെന്നും നീയൊക്കെ കുഴിവെട്ടി കാത്തിരുന്നോ എന്നുമായിരുന്നു റൈറു പറഞ്ഞത്. കൃഷ്ണപിള്ള പിന്നാലെ റൈറുവിനെ അമരാവതി പുഴയുടെ ആഴത്തിലേക്ക് താഴ്ത്തി കൊലപ്പെടുത്തി. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നത്. പണ്ട് സീതയെ കൊന്ന അതേ പോലീസുകാരനെ കുട്ടിയായിരുന്ന കൃഷ്ണപിള്ള ആക്രമിക്കുകയും റൈറുവിനെ കൊന്ന പോലെ നദിയിൽ താഴ്ത്തി കൊല്ലുകയും ചെയ്തിരുന്നു. അങ്ങനെ ഭീകരമായ ആ രാത്രിയെ കാണിയാർ അതിജീവിച്ചു. ചിലർ കൊല്ലപ്പെട്ട് രക്തസാക്ഷികളായെങ്കിൽ കൂടിയും അവരുടെ നാട് സംരക്ഷിക്കപ്പെട്ടു. ജനങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. റബേക്കയുടെ ആഗ്രഹം പോലെ കുരിശുമലയിൽ ഒരു പള്ളിക്കൂടം പണിയും എന്നച്ഛൻ പ്രഖ്യാപിച്ചു. കൃഷ്ണപിള്ളയെ വീണ്ടും ക്രിസ്റ്റഫറായി അച്ഛൻ പ്രഖ്യാപിച്ചു. അവരുടെ പള്ളിയുടെ സ്വന്തം പള്ളിച്ചട്ടമ്പിയായി. ആ നാടിന് കാവലായി ക്രിസ്റ്റഫർ എന്ന കൃഷ്ണപിള്ള എന്നും അവിടെ ഉണ്ടാകും എന്നും പള്ളിയിലച്ഛൻ അനൗൺസ് ചെയ്തു.
ആണ്ടുകൾക്ക് ശേഷം തലക്കാവേരി നടക്കുമ്പോൾ കൃഷ്ണപിള്ള അവിടെ എത്തി തലത്തിനു വേണ്ടി ഈ കണ്ട ക്രൂരതകളൊക്കെയും ചെയ്തത് പട്ടേലരാണെന്ന് കൃഷ്ണപിള്ള മനസ്സിലാക്കിയിരുന്നു. പട്ടേലരെ കൊല്ലാൻ പട്ടേലരുടെ ആളുകളെ കൊന്ന് കൃഷ്ണപിള്ള ഒരു കുന്തവുമെടുത്ത് പട്ടേലരുടെ നേരെ ചാടി പട്ടേലർക്ക് നേരെ ആ കുന്തം വലിച്ചെറിഞ്ഞു. പട്ടേലർ തന്റെ തോക്കെടുത്ത് കൃഷ്ണപിള്ളയ്ക്ക് നേരെ വെടിയുതിർത്തു. കുന്തവും വെടിയുണ്ടയും പരസ്പരം കൂട്ടിമുട്ടി. ആ ദൃശ്യത്തിൽ പിന്നെന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കാതെ പ്രേക്ഷകർക്ക് വിട്ടുനൽകിക്കൊണ്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.